ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് ജപ്പാൻ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത്. ഒരു ഘട്ടത്തിൽ ജപ്പാൻ 2 ഗോളുകൾക്ക് പിറകിൽ നിന്നും, പക്ഷേ ആ ഒരു പോരാട്ട വീര്യം അവർ കൈവിട്ടില്ല. രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് ബ്രസീലിനെ ഇപ്പോൾ ജപ്പാൻ വീഴ്ത്തിയിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടിയുടെ പരീക്ഷണങ്ങൾ പിഴക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡിഫൻസ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഫാബ്രിസിയോ ബ്രൂണോയുടെ മിസ്റ്റേക്കുകളിൽ നിന്നാണ് ബ്രസീലിന് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. മാത്രമല്ല, ഗോൾ കീപ്പറായ ഹ്യൂഗോ സൗസക്കും തൊട്ടതെല്ലാം പിഴക്കുകയായിരുന്നു. അദ്ദേഹത്തിനും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വ്യക്തിഗത പിഴവുകൾ കാരണം ആ താരങ്ങൾക്ക് ടീമിലെ സ്ഥാനം നഷ്ടമാകുമോ എന്ന കാര്യത്തിലുള്ള നിലപാട് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിഗത പിഴവുകൾ വരുത്തി എന്ന് കരുതി ടീമിലെ സ്ഥാനം അവർക്ക് നഷ്ടമാവില്ല എന്നാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഫാബ്രിസിയോ ബ്രൂണോ അതുപോലെ തന്നെ ഹ്യൂഗോ സൗസ എന്നിവരെയൊന്നും ടീമിൽ നിന്നും പുറത്താക്കില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ പേരിൽ പുറത്താക്കില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വ്യക്തിഗത പിഴവുകൾ ഒരിക്കലും ആ താരങ്ങളുടെ ടീമിനകത്തെ സ്ഥാനത്തെ ബാധിക്കില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ആദ്യത്തെ മിസ്റ്റേക്കിന് ശേഷം ഞങ്ങൾ അതിനോട് റിയാക്ട് ചെയ്ത രീതിയാണ്. അത് ഒരിക്കലും നല്ലതല്ല. മത്സരത്തിൽ ഞങ്ങൾക്ക് ബാലൻസ് നഷ്ടമായി. പോസിറ്റീവ് തിങ്കിങ്ങും മെന്റൽ പൊസിഷൻസും പലയിടത്തും നഷ്ടമായിട്ടുണ്ട്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യ ഗോൾ വഴങ്ങിയതിന് ശേഷം ബ്രസീൽ പതറിപ്പോയി. പിന്നീട് ബ്രസീലിന്റെ ബാലൻസ് നഷ്ടമായി. അത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ആ റിയാക്ഷൻ ഒരിക്കലും ശരിയായില്ല എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു അപ്രതീക്ഷിത തോൽവി തന്നെയാണ് ഈ മത്സരത്തിൽ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.